ഒരമ്മച്ചി എന്നോട് ചോദിച്ചു, എങ്ങനെ മക്കളെ സുവിശേഷം പറയേണ്ടത്? ആ അമ്മച്ചി നല്ല പ്രായമുള്ള ഒരാളാണ്. അമ്മച്ചി ബൈബിൾ നന്നായിട്ട് വായിച്ചിട്ടില്ല, വലിയ അറിവൊന്നുമില്ല, പ്രസംഗം കേട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അമ്മച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് സുവിശേഷം പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എനിക്ക് ബൈബിളൊന്നും അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞ് ഒരാളെ ബോധ്യപ്പെടുത്താൻ എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയാണ് യേശുവിനെ അറിഞ്ഞത്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്? അതൊരു പാസ്റ്റർ പ്രസംഗിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പാപിയാണ്. എനിക്ക് ആ പാപബോധമുണ്ടായി. ഞാൻ യേശുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിച്ചു. എൻ്റെ പാപം യേശുവിനോട് ഞാൻ ഏറ്റുപറഞ്ഞു. യേശുവിൽ ഞാൻ വിശ്വസിച്ചു. അങ്ങനെയാണ് ഞാൻ വിശ്വാസിയായി തീർന്നത്, ഒരു ദൈവ മകളായി തീർന്നത്. ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് സുവിശേഷം. അമ്മച്ചി പാപബോധം വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, ഹൃദയത്തിൽ സ്വീകരിച്ച് പാപം ഏറ്റുപറഞ്ഞു, ഒരു ദൈവപൈതലായി തീർന്നു. അമ്മച്ചി ഈ സ്വീകരിച്ചത് തന്നെയാണ് സുവിശേഷം. അതിന് ബൈബിൾ മുഴുവൻ വായിക്കണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് വാക്യങ്ങൾ കാണാതെ പഠിക്കണമെന്നോ ഒന്നും അർത്ഥമില്ല. എല്ലാവർക്കും സുവിശേഷം പങ്കുവയ്ക്കാം. യേശുവിനെ ലോകം അറിയട്ടെ. രക്ഷകനും കർത്താവുമായ യേശുവിനെ ലോകം അറിയട്ടെ.